അധികൃതർ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ പൊലിയുന്നത് കുറേ ജീവിതങ്ങളാകാം. പഴക്കം ചെന്ന് ഏത് സമയവും പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ കെട്ടിടത്തിൽ ദുരന്തത്തിന്റെ വ്യാപ്തി അറിയാതെ ജീവിതം തള്ളി നീക്കാൻ കഷ്ടപ്പെടുന്ന കുറേ പാവങ്ങളുടെ ജീവനായിരിക്കും നഷ്ടമാവുക. ഷെരീഫ് മീനങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രണ്ടു ദിവസം മുമ്പ് കൊടുങ്കാറ്റിന് സമാനമായ കാറ്റടിച്ചപ്പോൾ മീനങ്ങാടിക്കാരുടെ ആശങ്ക ഈ കാണുന്ന കെട്ടിടത്തെക്കുറിച്ചായിരുന്നു. ദേശീയപാതയോരത്ത് മാർക്കറ്റ് റോഡിനോട് ചേർന്ന് പഴമയുടെ ഓർമ്മകൾ അവശേഷിപ്പിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം. സ്ഥാപനങ്ങൾക്ക് പുറമെ ഈ കെട്ടിടത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളും താമസിക്കുന്നുണ്ട്. ഓരോ കാറ്റ് വരുമ്പോഴും ഇത് പൊളിയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് പല തവണ ഈ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി 2 വർഷം മുമ്പ് ഇതിന് മുമ്പിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് പൊളിഞ്ഞു വീഴാൻ ദുർബലപ്പെട്ട ബിൽഡിംഗാണ്. ഈ ഭരണസമിതി കാലത്തും പലതവണ ഈ ബിൽഡിംഗ് പൊളിച്ച് പുറകിലുള്ള സ്ഥലത്തേക്ക് നവീകരണത്തിന് വേണ്ടി പലതവണ ആവശ്യപ്പെട്ട് ഇയാൾക്ക് നോട്ടീസ് കൊടുക്കുകയും പലതവണ ശ്രമിച്ചതുമാണ് ഭരണസമിതികൾ. ഈ ഭരണസമിതികൾ ശ്രമിക്കുമ്പോൾ ഒക്കെ ഇയാൾ എന്ത് ചെയ്യും? ഇതിനെന്തെങ്കിലും കോടതി പോവുക മറ്റെന്തെങ്കിലും നിയമ നടപടികളുമായി ഈ ബിൽഡിംഗ് പൊളിക്കുന്നുമില്ല. ഇയാൾ എന്തോ വരുത്തി തീർക്കാൻ വേണ്ടി ഇത് ശ്രമിക്കുന്ന രീതിയിലാണുള്ളത്. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന മുന്നറിയിപ്പ് കെട്ടിടത്തിൽ പതിച്ചിട്ടുമുണ്ട്. മഴക്കാലം തുടങ്ങാറായി. നാട്ടുകാരുടെ ഭീതി ഇതാണ്. പൊളിഞ്ഞു വീഴാറായ ഈ ബിൽഡിങ്ങിൽ 6ഓളം കടകൾ, ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് പൊളിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുമോ, അല്ലെങ്കിൽ ദുരന്ത നിവാരണ സേന അവരേറ്റെടുക്കുമോ, അല്ലെങ്കിൽ മറ്റ് ഭരണ സംവിധാനങ്ങൾ ഏറ്റെടുക്കുമോ? ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് ജില്ലാ ദുരന്ത നിവാരണ സംവിധാനങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന അപകടാവസ്ഥയിലേക്ക് കെട്ടിടം മാറിയിട്ടും ദുരന്തത്തിന്റെ ഭീകരത മനസ്സിലാക്കാതെ കെട്ടിടം നിലനിർത്തുന്ന ഉടമയും പ്രവചനാതീതമായ ദുരന്തത്തെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന സംവിധാനങ്ങൾക്കും മുന്നിൽ ഈ മഴക്കാലത്തെ കെട്ടിടം അതിജീവിക്കുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. ഷെരീഫ്, വയനാട് വിഷൻ, മീനങ്ങാടി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.